Hello everyone. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നോക്കി, മീഡിയം റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ്, അതേപോലെ ഹൈ റെസിസ്റ്റൻസ്, അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവൈസസ് എന്തുപയോഗിച്ചിട്ടാണ് അതൊക്കെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ AC ബ്രിഡ്ജസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്ന ഒരു ബ്രിഡ്ജ് നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഉണ്ടാവുക. ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഉണ്ടാവും, അതിനെടുക്കുന്ന ഒരു ഗാൽവനോമീറ്റർ. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഒരു ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് DC ബ്രിഡ്ജ് നെറ്റ്വർക്ക്സ് ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AC ബ്രിഡ്ജസ് ആണ്. അപ്പോൾ AC ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് നോക്കാനുണ്ട്, മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഉണ്ട്, അതുപോലെ മെഷർമെൻറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതേപോലെ മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി, അതുപോലത്തെ ഉള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക AC ബ്രിഡ്ജസിൻ്റെ സെക്ഷനിൽ വരിക. ഈ സെക്ഷനിൽ PSCയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളത് ഏതൊക്കെ മെഷർമെൻറ്റ്സിന് ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്, കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്, ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്തത്, ഇന്ന ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് എന്ത് മെഷർ ചെയ്യാനാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നിന്ന് വരിക. ഇതിനകത്ത് പ്രോബ്ലം ചോദിക്കലൊക്കെ കുറവാണ്, പക്ഷേ ഇതിനകത്ത് ബ്രിഡ്ജസിൻ്റെ പേരും അതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ബേസിക് AC ബ്രിഡ്ജസ്. Okay, AC bridges are used to measure resistance, inductance, capacitance, dissipation factor, storage factor, loss factor, etc. Okay, ഇപ്പോൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം, ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാം, കപ്പാസിറ്റൻസ്, ഡിസിപ്പേഷൻ ഫാക്ടർ, സ്റ്റോറേജ് ഫാക്ടർ, ലോസ് ഫാക്ടർ, ഇതൊക്കെ നമുക്ക് എന്ത് ഉപയോഗിച്ച് മെഷർ ചെയ്യാം, AC ബ്രിഡ്ജസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. ഇതെന്താ നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് 4 റെസിസ്റ്റൻസ് ആണ് വെച്ചിട്ടുള്ളത്. അതിൽ 3 എന്തായിരിക്കും, നോൺ ക്വാണ്ടിറ്റീസ് ആയിരിക്കും, ഒരെണ്ണം എന്തായിരിക്കും, അൺനോൺ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അപ്പോൾ നോൺ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് അൺനോൺ ക്വാണ്ടിറ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ AC ബ്രിഡ്ജിൽ നമ്മൾ ബ്രിഡ്ജ് നെറ്റ്വർക്കിൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ബ്രിഡ്ജ് കമ്പയർസ് ദ വാല്യൂ ഓഫ് അൺനോൺ കോമ്പണൻറ്റ് വിത്ത് ആക്യുറേറ്റ്ലി നോൺ കോമ്പണൻറ്റ്സ്. ഒരു കോമ്പണൻറ്റ് മാത്രം എന്തുണ്ടാവുള്ളൂ, അൺനോൺ കോമ്പണൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ എന്തായിരിക്കും, നോൺ കോമ്പണൻ്റ് ആയിരിക്കും. അപ്പോൾ നോൺ കോമ്പണൻസിൻ്റെ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അൺനോൺ കോമ്പണൻ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്, ഒരു ബ്രിഡ്ജിൽ ചെയ്യുന്നത്. Okay, the measurement is independent of the input voltage and the source impedance. അപ്പോൾ മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന ബ്രിഡ്ജിലുള്ള ഇമ്പിഡൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെയോ അതുപോലെ സോഴ്സ് ഇമ്പിഡൻസിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ മെഷർമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് ബ്രിഡ്ജസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നേരത്തെ വരച്ച പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ഇമ്പിഡൻസസ്. 4 ഇമ്പിഡൻസ് ഉണ്ട്, Z1, Z2, Z3, Z4. ഓക്കെ, അപ്പോൾ അതിൽ ചിലപ്പോൾ Z1 ആയിരിക്കും അൺനോൺ കോമ്പണൻറ്റ് വരുന്നത്, അൺനോൺ വാല്യൂ വരുന്നത്, ബാക്കി 3 എന്തായിരിക്കും, നോൺ വാല്യൂസ് ആയിരിക്കും. അത് വെച്ച് നമുക്ക് റിലേഷൻ ഉണ്ടാക്കണം. ബാലൻസ്ഡ് കണ്ടീഷൻ. ഇപ്പോൾ ഇതിനടുക്ക് നോക്കുക, 2 പോയിന്റിന് അടുക്ക് എന്ത് വെച്ചിട്ടുണ്ട്, സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്കി 2 പോയിന്റ് എടുക്കുന്നുണ്ട്, ഒരു ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ മീറ്റർ. ബാലൻസ്ഡ് കണ്ടീഷൻ 4 ഇമ്പിഡൻസസും ബാലൻസ്ഡ് കണ്ടീഷനിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഗാൽവനോമീറ്ററിലൂടെ എന്ത് ചെയ്യില്ല, കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് ആണെന്ന് വിചാരിക്കാം. സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, I1 Z1 is equal to I2 Z2. ഓക്കെ, I1 Z1 is equal to I2 Z2. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല, ഫൈനലായിട്ടുള്ള ഇക്വേഷൻ മാത്രം നോക്കാം. Z1 by Z2 is equal to Z3 by Z4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് Z1 by Z2 is equal to Z3 by Z4. ഓക്കെ, ബാലൻസ്ഡ് കണ്ടീഷൻ ഇതാണ്. അതായത് ഇതിൻ്റെ അടുക്കൽ Z1 by Z2 is equal to Z3 by Z4. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, Z1 Z4 മൾട്ടിപ്ലൈ ചെയ്താൽ Z1 Z4 is equal to Z2 into Z3. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, അൺനോൺ വാല്യൂ. ഇപ്പോൾ Z1 ആണ് അൺനോൺ വാല്യൂ എങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, Z2 Z3 by Z4 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം, Z1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ അൺനോൺ കോമ്പണൻസ്, നോൺ കോമ്പണൻസിൻ്റെ വാല്യൂ നമുക്ക് വേരി ചെയ്യാൻ വേണ്ടി പറ്റും. അത് വേരി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഡിഫ്ലക്ഷൻ, നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആക്കുക. ആ സമയത്തുള്ള റിലേഷൻ എടുക്കുക, Z1 Z2 Z3 Z4. Z1 by Z2 is equal to Z3 by Z4. ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, അൺനോൺ കോമ്പണൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് പോളാർ ഫോമിലാണ് തന്നേക്കുന്നതെങ്കിലോ, പോളാർ ഫോം എന്ന് വെച്ചാൽ എന്താ, നമുക്കൊരു വാല്യൂ ഉണ്ടാവും, അതിൻ്റെ ആംഗിളും കൂടി തന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വയ്ക്കാം,
ഇപ്പോൾ Z1ൻ്റെ ആംഗിൾ θ1 ആണ്, Z4ൻ്റെ θ4 ആണ്, Z2യുടെ θ2 ആണ്, Z3യുടെ θ3 ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാം Z1 ആംഗിൾ θ1 ഇൻറ്റു Z4 ആംഗിൾ θ4, അത് Z1 Z4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും Z2 θ2 ഇൻറ്റു Z2 θ3. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3, നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ. അത് കൂടാണ്ട് എന്തായിരിക്കണം? ഈ പോളാർ ഫോമുള്ള ആംഗിളും കൂടി എന്താണ് റിലേഷൻ വരണം. എന്താ? θ1 ഇൻ പ്ലസ് θ4, ആംഗിൾ θ1 പ്ലസ് θ4 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ θ2 പ്ലസ് θ3. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം പോളാർ ഫോമിലാണെങ്കിൽ. നെക്സ്റ്റ് അതുപോലെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഉണ്ട്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആർ പ്ലസ് ജെ എക്സ് ഫോം. ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഉണ്ടാവും, എക്സ് ഉണ്ടാവും. ആർ പ്ലസ് ജെ എക്സ് ഫോമിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ ഫോം എന്ന് പറയും. അപ്പോൾ R1 എന്ന് വെച്ചാൽ R1 Z1 എന്ന് പറഞ്ഞാൽ R1 പ്ലസ് ജെ എക്സ് 1, Z2 എന്ന് പറയുന്നത് R2 പ്ലസ് ജെ എക്സ് 2, Z3 എന്ന് പറയുന്നത് R3 പ്ലസ് ജെ എക്സ് 3, Z4 എന്ന് പറയുന്നതാണ് R4 പ്ലസ് ജെ എക്സ് 4. അപ്പോൾ റിലേഷൻ എങ്ങനെ വരും? R1 പ്ലസ് ജെ എക്സ് 1 ഇൻറ്റു R4 പ്ലസ് ജെ എക്സ് 4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? R2 പ്ലസ് ജെ എക്സ് 2 ഇൻറ്റു R3 പ്ലസ് ജെ എക്സ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ആറിൻ്റെ ടേം മൾട്ടിപ്ലൈ ചെയ്യുക, എക്സിൻ്റെ ടേം മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടും. രണ്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1 R4 ഈ ഒരു ടേം നോക്കാം. R1 R4 എല്ലാ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി കേട്ടോ, സോൾവ് ചെയ്യുന്നവർ. R1 R1 ഇൻറ്റു R4 ഇൻറ്റു ജെ എന്ത് വരും? ജെ ഇൻറ്റു ജെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? -1 ആണ് അല്ലേ? ജെ സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. ഇവിടെ എന്ത് കിട്ടും? പ്ലസ് ജെ എക്സ് 1 ഇൻറ്റു പ്ലസ് ജെ എക്സ് 4 എന്ത് കിട്ടും? -x1 x4. അപ്പോൾ ഇവിടെ ജെ ടേം ഇല്ല, പിന്നെ എന്തൊക്കെ റിയൽ ടേം ആയി. ഓക്കെ, അപ്പോൾ റിയൽ ടേം എന്ന് പറയുന്നത് R1 R4 -x1 x4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? R2 R3 -x2 x3. അതുപോലെ ഇമാജിനറി ടേം ഏതാ നോക്കിയേ? x1 R4 പ്ലസ് x4 R1 ഓക്കെ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഇമാജിനറി ടേമിന് ഈക്വൽ ആയിരിക്കും എന്താ? x2 R3 പ്ലസ് x3 R2. ഓക്കെ, ഇങ്ങനെയാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ബാലൻസ്ഡ് കണ്ടീഷൻ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നതാണ് R1 R4 മൈനസ് റിയൽ പാർട്ട് എന്ന് പറയുന്നത് R1 R4 മൈനസ് x1 x4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? R2 R3 മൈനസ് x2 x3. ഓക്കെ, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് രണ്ട് ക്രോസ് ചെയ്യുക. x1 R4 പ്ലസ് x4 R1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? x2 R3 പ്ലസ് x3 R2. ഓക്കെ, ഇതാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് എങ്ങനെ AC ബ്രിഡ്ജസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ 5 മെത്തേഡ്സ് ആണ് ഇൻഡക്റ്റൻസ് മെത്തേഡ്. ഈ 5 മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും എല്ലാത്തിനും അറിഞ്ഞിരിക്കണം. ഓരോന്നുള്ള പ്രത്യേകത കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പോവാം. ഓക്കെ, ഹെയ്സ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത ഉണ്ട്, ആൻഡേഴ്സ് ബ്രിഡ്ജിൻ്റെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഓവൻസ് ബ്രിഡ്ജ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 മെത്തേഡ്സ് ആണ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഫസ്റ്റ് വൺ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. രണ്ടാമത്തെ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്. മൂന്നാമത്തെ ഹെയ്സ് ബ്രിഡ്ജ്. 4 ആൻഡേഴ്സൺ ബ്രിഡ്ജ്. 5 ഓവൻസ് ബ്രിഡ്ജ്. അപ്പോൾ 5 മെത്തേഡാണ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനുള്ളത്. ഈ 5 മെത്തേഡും നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നുകിൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഒക്കെ വെച്ചിട്ട് ഏത് മീറ്റർ അല്ലെങ്കിൽ ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. മാക്സ്വെൽ ഇൻഡക്ഷൻ ബ്രിഡ്ജ് ചെയ്യുന്നത് വെച്ചാൽ മീഡിയം വാല്യൂ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് മീഡിയം വാല്യൂ ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സപ്പോസ് R1 L1 ഇതാണ് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. R1 L1 അതിനെന്ത് ചെയ്യും? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് വഴി R2 L2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് വഴി എന്ത് ചെയ്യും? കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇത് വേരി ചെയ്യുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? R1 L1 R2 L2 ഡാഷ് ഇസ് ഈക്വൽ ടു എന്തൊക്കെ? Z1 Z4 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലാണ് നോക്കേണ്ടത്. Z1 Z4 ഇസ് ഈക്വൽ ടു എന്ത് വരും? Z2 Z3. ഓക്കെ, Z1 Z4 ഇസ് ഈക്വൽ ടു Z2 Z3. ആ റിലേഷൻ നമുക്കറിയാം. ഓക്കെ, അതിൽ അൺനോൺ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ L1 ആണ്. L1ൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, L2 ഇസ് ദ വേരിയബിൾ ഇൻഡക്റ്റൻസ്. L2 നമുക്ക് വേരിയബിൾ ചെയ്യാം, അറിയുന്ന വാല്യൂ ആണ്, വേരിയബിൾ ഇൻഡക്റ്റൻസ് ആണ്. വിത്ത് എ ഫിക്സ്ഡ് റെസിസ്റ്റൻസ് R2 എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് R2 ഇസ് ദ വേരിയബിൾ R2 എന്ന് വെച്ചാൽ ഇതിൻ്റെയാണ് R2. ഓക്കെ, ഇനി R2 എന്ന് പറഞ്ഞത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് ഇൻ സീരീസ് വിത്ത് ഇൻഡക്ടർ. L2ൻ്റെ ഇൻഡക്ടറിൻ്റെ കൂടെ സീരീസ് ആയിട്ട് വെക്കുന്ന റെസിസ്റ്റൻസ് ആണ് R2. R3യും R4 നമുക്ക് എന്താണ്? വാല്യൂസ് നോൺ ആണ്.
ഓക്കെ, R3യുടെയും R4ന്റെ വാല്യൂസ് നോൺ ആയിരിക്കും. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ നമുക്കറിയാം Z1 Z4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും Z2 Z3. ഓക്കെ, Z1 എന്ന് വെച്ചാൽ എന്താ R1 പ്ലസ് ജെ ഒമേഗ L1 അല്ലേ, അതായത് R1 പ്ലസ് ജെ X1, R1 പ്ലസ് ജെ X1. X1 എന്ന് വെച്ചാൽ എന്താ, എക്സ് എന്ന് പറഞ്ഞത് എന്താണ് ഒമേഗ ഇൻറ്റു എൽ ആണല്ലേ. അപ്പം എന്ത് കിട്ടും X1 ഇസ് ഈക്വൽ ടു ഒമേഗ L1. അപ്പം എന്ത് കിട്ടും R1 പ്ലസ് ജെ ഒമേഗ L1 ഇൻറ്റു Z4ന്റെ സ്ഥലത്ത് എന്താ ഇവിടെ R4. ഓക്കെ, R4 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഈ ടേം ഇവിടുത്തെ ടേം എന്തൊക്കെ വരും R2 പ്ലസ് ജെ ഒമേഗ L2 ഇൻറ്റു ഓപ്പോസിറ്റ് R3. ഓക്കെ, ഇപ്പോൾ റിലേഷൻ എടുത്തു. ഇനി നമുക്ക് എന്താ ബ്രാക്കറ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ത് കിട്ടും R1 R4 ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർ. R1 R4 പ്ലസ് ജെ ഒമേഗ L1 R4 ഇസ് ഈക്വൽ ടു R2 R3 പ്ലസ് ജെ ഒമേഗ L2 R3. ഇനി എന്ത് ചെയ്യുക, റിയൽ പാർട്ട് ഇമേജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. റിയൽ പാർട്ട് എന്താണ്, ഇതാണ് റിയൽ പാർട്ട്. R1 ഇസ് നമുക്ക് എന്ത് കിട്ടും R1 R4 ഇസ് ഈക്വൽ ടു R2 R3. R1 ഇസ് ഈക്വൽ ടു R2 R3 ബൈ R4. ഓക്കെ, അതിൽ R2ൻ്റെ കൂടെ എന്തും കൂടി വരും, നമുക്ക് അഡീഷണൽ റെസിസ്റ്റൻസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. R1 ഇസ് ഈക്വൽ ടു R2 പ്ലസ് R3 ബൈ R4. ഓക്കെ, ഇനി ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടും, ഇമാജിനറി പാർട്ട് ഏതാണ് L1 R4 ഇസ് ഈക്വൽ ടു L2 R3. അതിൽ L1 ആണ് കണ്ടുപിടിക്കേണ്ടത്, എന്ത് കിട്ടും L2 R3 ഡിവൈഡഡ് ബൈ R4, L2 R3 ഡിവൈഡഡ് ബൈ R4. ഇതാണ് L1. അപ്പോൾ നമുക്ക് നോക്കിയാൽ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഏതാ, L1 ആണ് അൺനോൺ ഇൻഡക്ടൻസ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻഡക്ടൻസ്. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും L2 R3 ഡിവൈഡഡ് ബൈ R4, L2 R3 ഡിവൈഡ് ബൈ R4. അപ്പോൾ ഈ ടേം നോക്കുക, നമുക്ക് എന്തില്ല ഫ്രീക്വൻസിൻ്റെ ടേം എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം ഈക്വേഷനിൽ എവിടെ എന്തില്ല ഒമേഗ എന്ന് പറയുന്ന ടേം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്. അപ്പോൾ ഒരു ഇൻഡക്ടൻസ് വെച്ചിട്ട് ഇൻഡക്ടൻസ് ഒരു സ്റ്റാൻഡേർഡ് ഇൻഡക്ടൻസ് വെച്ചിട്ട് സെൽഫ് ഇൻഡക്ടൻസ് വെച്ചിട്ട് നമുക്ക് ഇൻഡക്ടൻസ് മെഷർ ചെയ്യുന്ന മെത്തഡാണ് എന്ത് മാക്സ്വെൽസ് ഇൻഡക്ടൻസ് ബ്രിഡ്ജ്. അടുത്ത് നോക്കുക രണ്ടാമത്തെ മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു വേരിയബിൾ കപ്പാസിറ്റർ വെച്ചിട്ട് എന്തുമായിട്ട് കമ്പയർ ചെയ്ത് എന്ത് ചെയ്യും ഇൻഡക്ടൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മാക്സ്വെൽസ് ഇൻഡക്ടൻസ് ബ്രിഡ്ജിൽ ഒരു വേരിയബിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻഡക്ടൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും ഇൻഡക്ടൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. നേരെ മറിച്ച് മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കപ്പാസിറ്റൻസ് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് വേരിയബിൾ കപ്പാസിറ്റൻസ് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കും ഇൻഡക്ടൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇതും യൂസ് ചെയ്യുന്ന ഇവിടെ തന്നെയാണ് മീഡിയം കോയിൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ക്യൂ വാല്യൂ, ക്യൂ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഫാക്ടർ മീഡിയം വാല്യൂ വരുന്നത്, അതായത് ക്വാളിറ്റി ഫാക്ടർ ലെസ് ദാൻ 1 ആകുമ്പോഴാണ് ലോ ക്യൂ വരുന്നത്. 1ൻ്റെയും 10ൻ്റെയും ഇടയിലാണെങ്കിൽ എന്തായിരിക്കും മീഡിയം ക്യൂ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ എന്തായിരിക്കും ഹൈ ക്യൂ ആയിരിക്കും. ഓക്കെ, ഇത് മൂന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ മീഡിയം ക്യൂ, അതായത് 1ൻ്റെയും ക്യൂയുടെ വാല്യൂ ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ 1 to 10, അതായത് മീഡിയം റേഞ്ചിൽ നിൽക്കുന്നത് ആ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാറ് മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജ് എന്നും കൂടി ഇതിന് പേരുണ്ട്, മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജ്. ഓക്കെ, ഇത് എന്താ ചെയ്യുന്നത് മെഷർമെന്റ് ഓഫ് ദ ഇൻഡക്ടൻസ് ബൈ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് വേരിയബിൾ കപ്പാസിറ്റർ. സ്റ്റാൻഡേർഡ് വേരിയബിൾ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനാണ് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് മീഡിയം ക്യൂ കോയിൽസ്. മീഡിയം ക്യൂ ഉള്ള കോയിൽസിന്റെ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനാണ് മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജ് യൂസ് ചെയ്യുക. മീഡിയം ക്യൂ എന്ന് പറഞ്ഞത് ക്യൂയുടെ വാല്യൂ 1 to 10 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് L1, ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. L1 ആണ് അൺനോൺ ഇൻഡക്ടൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ഇൻഡക്ടർ L1. R2 R3 സ്റ്റാൻഡേർഡ് നമുക്ക് വാല്യൂ അറിയുന്ന റെസിസ്റ്റൻസ്. R4 എന്ന് പറഞ്ഞാൽ എന്താണ് വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൂടാണ്ട് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്, C4 ഉണ്ട് വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാലൻസ്ഡ് കണ്ടീഷൻ എടുക്കാം. ബാലൻസ്ഡ് കണ്ടീഷൻ ഇത് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. നമുക്ക് എന്തെന്ന് എഴുതാം Z1 Z4. ഓക്കെ, Z1 ഇൻറ്റു Z4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും Z2 ഇൻറ്റു Z3. കണ്ടീഷൻ അറിയാം. Z1 എന്ന് വെച്ചാൽ എന്താ R1 പ്ലസ് ജെ ഒമേഗ L1 ആണ് ഇൻറ്റു Z4 നോക്കിയാൽ Z4 റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ആണ് പാരലൽ ആണ്. നമുക്ക് എന്ത് കിട്ടും R4 ബൈ 1 പ്ലസ് ജെ ഒമേഗ C4 R4 അല്ല ഉണ്ടാവുക, കാരണം രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ 1 ബൈ R പ്ലസ് 1 ബൈ ജെ ഒമേഗ C അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് ചെയ്യാം, ജെ ഒമേഗ C പ്ലസ് R എന്ന് കിട്ടും ബൈ R ജെ ഒമേഗ 4. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും R4 ബൈ 1 പ്ലസ് ജെ ഒമേഗ C4 R4. ഇത് രണ്ടിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആണിത്. R4 ബൈ 1 പ്ലസ് ജെ ഒമേഗ C4 ഈക്വൽ ടു എന്ത് കിട്ടും Z2 Z3 R2 R3. ഓക്കെ, അപ്പോൾ ഇന്ന് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക, ജെ ടേമിനും മറ്റേ ടേം ഇക്വേറ്റ് ചെയ്യുക.
ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നിട്ടും റിയൽ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും R1 R4 ഇസ് ഈക്വൽ ടു R2 R3 എന്നാൽ R1ന്റെ വാല്യൂ എങ്ങനെ വിളിക്കാം R2 R3/R4. അപ്പോൾ R1ന്റെ വാല്യൂ കിട്ടി. ഇനി L1ന്റെ വാല്യൂ എങ്ങനെ വിളിക്കും റിയൽ ടേം ഇമാജിനറി ടേം എന്ത് ചെയ്യുക ഇക്വേറ്റ് ചെയ്യുക ഇമാജിനറി ടേം എന്ത് കിട്ടും L1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും R2 R3 C4 R2 R3 C4 ഓക്കെ R2 R3 ഇൻറ്റു C4. ഇനി ക്യൂ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ നമുക്ക് ക്യൂ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ ഒമേഗ L/R ആണ് ഒമേഗ L/R. അപ്പോൾ അടുത്ത ക്യൂ വാല്യൂ എന്തായിരിക്കും ഒമേഗ L1/R1 L1ന്റെ വാല്യൂ അറിയാം R1ന്റെ വാല്യൂ അറിയാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഒമേഗ L1 എന്ന് പറഞ്ഞാൽ R2 R3 C4 ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്നത് R2 R3/R4 രണ്ടും R2 R3 ക്യാൻസൽ ചെയ്യും ബാക്കി എന്ത് കിട്ടും ഒമേഗ C4 R4. അപ്പോൾ ക്യൂയുടെ വാല്യൂ നമുക്ക് ഇതിനകത്ത് കിട്ടും ഒമേഗ C4 R4 ഓക്കെ. അപ്പോൾ മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജിൽ കിട്ടുന്ന റീഡിങ്സ് ആണ് R1 ഇസ് ഈക്വൽ ടു R2 R3/R4 L1 ഇസ് ഈക്വൽ ടു C4 R2 R3 Q ഇസ് ഈക്വൽ ടു ഒമേഗ C4 R4 ഓക്കെ. ഇതാണ് മെഷർമെന്റ് ഓഫ് ഇൻഡക്ടൻസ് യൂസിങ് മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് മീഡിയം ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മീഡിയം ക്യൂ റേഞ്ചിലുള്ള സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യാം. ഓക്കെ. നമുക്ക് ഇവിടെ നോക്കാം R4 and C4 are independent terms. Okay, and hence by varying them get the balanced condition. നമുക്ക് എന്ത് ചെയ്യാൻ വേരി ചെയ്യാൻ വേണ്ടി പറ്റും അത് വേരി ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് കണ്ടീഷൻ കിട്ടും. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിയാൽ ബാലൻസ്ഡ് ഇക്വേഷനിൽ എന്തില്ല നമുക്ക് ഫ്രീക്വൻസിന്റെ ടേമില്ല. നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്തില്ല ഈ ഫ്രീക്വൻസിയുടെ ടേം ഒമേഗ ടേം ഉണ്ടാവില്ല. പിന്നെ വേരിയബിൾ കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ അക്യൂറസി ഉള്ള വേരിയബിൾ കപ്പാസിറ്റർ കിട്ടാൻ വേണ്ടി എന്തായിരിക്കും കോസ്റ്റ്ലി ആയിരിക്കും. ഇതാണ് ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. വേരിയബിൾ കപ്പാസിറ്റർ വിത്ത് അക്യൂറസി ഈസ് കോസ്റ്റ്ലി. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തെ ഇൻഡക്ടൻസ് മെഷർ ചെയ്യുന്ന ടൈപ്പാണ് ഹെയ്സ് ബ്രിഡ്ജ്. ഓക്കെ. ഹെയ്സ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്ന ഹൈ ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹാവിങ് ക്യൂ ഗ്രേറ്റർ ദാൻ 10 ദാറ്റ് ഈസ് ഹൈ വാല്യൂ ഓഫ് ക്യൂ. ഈ ഒരു പോയിന്റ് ഓർത്ത് ഹെയ്സ് ബ്രിഡ്ജ് ഹൈ വാല്യൂ ഓഫ് ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് ഹെയ്സ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് പോലെ തന്നെ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാക്സ്വെൽസ് വെയിൻ ബ്രിഡ്ജിൽ C4ഉം R4ഉം തന്നെ പാരലൽ ആയിരുന്നു. പക്ഷേ ഹെയ്സ് ബ്രിഡ്ജിൽ എന്ത് സംഭവിക്കും C4ഉം R4ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് മാക്സ്വെൽസ് ഇൻഡക്ഷൻ കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്. ഇതിലെന്താ ചെയ്യുന്നത് ഇത് യൂസസ് എ റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ. റെസിസ്റ്ററും കപ്പാസിറ്ററും ആയിരിക്കും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാം. നേരെ മറിച്ച് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ആണെങ്കിൽ രണ്ടും എന്തായിരുന്നു പാരലൽ ആയിരുന്നു. അത് രണ്ട് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഹെയ്സ് ബ്രിഡ്ജ് ഈസ് സ്യൂട്ടബിൾ ഫോർ കോയിൽ ഹാവിങ് ക്യൂ ഗ്രേറ്റർ ദാൻ 10 അതായത് ഹൈ വാല്യൂ ഓഫ് ക്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക ഹെയ് ബ്രിഡ്ജ് യൂസ് ചെയ്യാം. നമുക്ക് ടേംസ് നോക്കാം. L1 എന്താണ് അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ഇനി സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് R1 R2 R3 നോൺ റെസിസ്റ്റൻസ് ആണ്. C4 സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ. ഓക്കെ. ഇനി ബാലൻസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ സംഭവിക്കും Z1 Z4 ഇസ് ഈക്വൽ ടു Z2 ഇൻറ്റു Z3. ഓക്കെ. രണ്ട് ബാലൻസ്ഡ് കണ്ടീഷൻ നോക്കാം. R1 Z1 എന്ന് പറയുന്നത് R1 പ്ലസ് ജെ ഒമേഗ L1 എന്തായിരിക്കും R1 ഇക്വേഷൻ നോക്കാം. R4 രണ്ട് സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ R4 പ്ലസ് ജെ ബൈ ഒമേഗ C4 എന്ന് കിട്ടും. അപ്പോൾ ജെ ടേം താഴോട്ട് വരുമ്പോൾ ഇവിടെ മൈനസ് ജെ 1/ജെ ഒമേഗ C4 ഈക്വൽ ടു R2 ഇൻറ്റു R3 രണ്ടും എക്സ്പാൻഡ് ചെയ്യുക. കാൽക്കുലേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും L1ന്റെ വാല്യൂ R1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കാം. ജസ്റ്റ് ഇക്വേഷൻ ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. R1ന്റെ ടേം എന്ന് പറഞ്ഞത് ഒമേഗ സ്ക്വയർ R2 R3 ഫോർ R²/1 പ്ലസ് ഒമേഗ. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ R1ന്റെ വാല്യൂയും അതേപോലെ L1ന്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും ഒമേഗനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒമേഗ ടേം എന്ന് വെച്ചാൽ ഫ്രീക്വൻസിന് എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കാരണം ബാലൻസ്ഡ് ഇക്വേഷനിൽ നമുക്ക് എന്തുണ്ട് ഫ്രീക്വൻസിന്റെ ടേം ഉണ്ട്. അത് കാരണം ഫ്രീക്വൻസി എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുമാത്രമല്ല ഫ്രീക്വൻസിന്റെ വാല്യൂ നമുക്ക് അറിയണം. അപ്പോൾ നേരെ മറിച്ച് മറ്റേതാണെങ്കിൽ എന്തായിരുന്നു ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിലാണെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷനിൽ എന്തില്ല ഒമേഗയുടെ ടേം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഹെയ്സ് ബ്രിഡ്ജിന്റെ കേസിലാണെങ്കിൽ R1ന്റെയും L1ന്റെയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം നമുക്ക് ഒമേഗയുടെ ടേം അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി ക്യൂവിന്റെ വാല്യൂ എന്താ ഒമേഗ L1/R1 L1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും 1/ഒമേഗ C4 R4. ഓക്കെ. 1/ഒമേഗ C4 R4. ഓക്കെ. ഇതാണ് എന്ത് ഹെയ്സ് ബ്രിഡ്ജ്. ഹെയ്സ് ബ്രിഡ്ജ് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രീക്വൻസിന്റെ വാല്യൂ എന്തായിരിക്കണം അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി ഇഫ് വിട്ട് ക്യൂ ഗ്രേറ്റർ ദാൻ 10 ആണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ക്യൂ ഗ്രേറ്റർ ദാൻ 10 യൂസ് അപ്പോൾ 1/Q² എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 0.0. 1/10² എന്ന് പറയുന്നത് എത്രയായിരിക്കും 0.01 ആണ്. ഓക്കെ. വെരി വെരി ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഈ ടേം നമുക്ക് എന്ത് ചെയ്താം L1ന്റെ ടേം നോക്കാം. R2 പ്ലസ് R3 C4 ഇസ് ഈക്വൽ ടു
ഈ ഒരു ടേമിന് നമുക്ക് എന്ത് ചെയ്താം 1/q² എന്ന് എഴുതി കൂടെ. അതെന്തായിരിക്കും വളരെ കുറവായിരിക്കും. കാരണം 1/q എന്ന് വെച്ചാൽ എന്താ 1/ωc4r² അല്ലേ. അപ്പോൾ ക്യൂവിൻ്റെ പകരം ഇവിടെ ഈ പോർഷനിൽ നമുക്ക് എന്ത് ചെയ്താം 1/q എന്ന് എഴുതാം. ഓക്കെ, രണ്ട് ഇക്വേഷൻ നോക്കാം. 1/ωc4r4 ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ω²c4r² നമുക്ക് എന്ത് ചെയ്താം 1/q² എന്ന് എഴുതാം. 1/q² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും <1 ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ L1ൻ്റെ വാല്യൂ നമുക്ക് ഫൈനലായിട്ട് എന്ത് ചെയ്താം L1 is equal to q greater than 1 എടുത്തു കഴിഞ്ഞാൽ L1 is equal to എന്ത് കിട്ടും R2 R3 C4. ഇത് വെച്ച് നമുക്ക് എന്ത് പഠിക്കാം L1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. q greater than 1 ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ L1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R2 R3 into C4. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് കോയിൽ ഹാവിംഗ് q less than 1. ഓക്കെ, q less than 1 ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാ ടേമും ഒന്ന് ഓർത്തേക്കുക. ലോ ക്യൂ ആണെങ്കിൽ ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യും. മീഡിയം ക്യൂ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യും മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യും. ഓക്കെ, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യും. പിന്നെ ലോ ക്യൂ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം ഹൈ ക്യൂ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം ഹെയ്സ് ബ്രിഡ്ജ് യൂസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, അതാണ് കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് കോയിൽ ഹാവിംഗ് q less than 1. ഓക്കെ, ഇനെന്താ ഇറ്റ് ഈസ് എ മോഡിഫൈഡ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് കോയിൽ. ഓക്കെ, നമ്മുടെ മാക്സ്വെൽസിൻ്റെ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് കോയിലിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഫോർ ലോ വാല്യൂ ഓഫ് ക്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞു വേരിയബിൾ കപ്പാസിറ്റർ എന്താണ് കോസ്റ്റ്ലി ആണ്, ആക്യൂറസി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഇവിടെ ഫിക്സ്ഡ് കപ്പാസിറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിക്സ്ഡ് കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് നോക്കുക R2 R3 അതുപോലെ ഇവിടെയാണ് R4. അതിൻ്റെ കൂടെ എന്ത് നോക്കുക ഒരു ഫിക്സ്ഡ് കപ്പാസിറ്റർ C1 കൂടി മെഷർ ചെയ്യും. ഓക്കെ, വേറെ L1 R1 ഇസ് എ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ അൺനോൺ ഇൻഡക്ടർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. R1 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കണക്ട് ഇൻ സീരീസ് വിത്ത് അൺനോൺ റെസിസ്റ്റർ. ഇതിന് ഇൻഡക്റ്റൻസിന് കണക്ട് ചെയ്തിട്ടുള്ള അൺനോൺ റെസിസ്റ്റൻസ് ആണ് R1 എന്ന് പറയുന്നത്. C എന്ന് വെച്ചാൽ എന്താണ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ. R2 R3 R3 ഒക്കെ എന്താണ് നമുക്ക് അറിയുന്ന വാല്യൂസ് ആണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ വരുന്ന സംഭവിക്കും. നമുക്ക് ഇക്വേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഫൈനൽ ഇക്വേഷനിലേക്ക് പോവാം. ബാലൻസ്ഡ് കണ്ടീഷൻ വരുന്ന സമയത്ത് R1 R4 പ്ലസ് j omega L1 is equal to R2 R3 പ്ലസ് j omega L2 R3. അതിൽ R1ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ L1ൻ്റെ വാല്യൂ നോക്കിയേ, L1 equal to C R3 by R4 പ്ലസ് R4 പ്ലസ് R2. ഇതിൻ്റെ വാല്യൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അങ്ങനെ പ്രോബ്ലം ഒന്നും ചോദിക്കാറില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം Lൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലല്ല, ഫ്രീക്വൻസിന് എന്ത് ചെയ്യില്ല ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഹെയ്സ് ബ്രിഡ്ജിലാണ് എന്ത് ചെയ്യുന്നത് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ മെത്തേഡ് മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസിൽ ഉപയോഗിച്ചിട്ട് ഓവൻസ് ബ്രിഡ്ജ്. നമുക്ക് എന്ത് ചെയ്യാം ഓവൻസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടും എന്ത് കണ്ടുപിടിക്കാം ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. That is, it can be used to measure the inductance of wide range by employing the capacitors of reasonable size. അപ്പോൾ ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യും, ഇപ്പുറത്തും എന്ത് യൂസ് ചെയ്യും ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലീഡിംഗ് എന്ന് പറയുന്നത് L1 is equal to എന്തായിരിക്കും R2 R3 C4, R1 is equal to R3 C4 by C2. ഈ രണ്ട് വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. L1 is equal to R2 R3 C4, R1 is equal to R3 C4 by C2. ഇതാണ് ബാലൻസ്ഡ് കണ്ടീഷനിൽ വരുന്നത്. ഇപ്പോൾ ഈ 5 മെത്തേഡ്സ് ആണ് എന്തിനുള്ളത് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്, ഹെയ്സ് ബ്രിഡ്ജ്, ആൻഡേഴ്സൺ ബ്രിഡ്ജ്, ഓവൻസ് ബ്രിഡ്ജ്. ഓക്കെ, ഇപ്പോൾ ഓരോ ഇതിൻ്റെയും മാക്സ്വെൽ ഇൻഡക്ഷൻ ബ്രിഡ്ജ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഹെയ്സ് ബ്രിഡ്ജ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ആൻഡേഴ്സൺ ബ്രിഡ്ജ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഓവൻസ് ബ്രിഡ്ജ് എവിടെയാണ് യൂസ് ചെയ്തത്, ഈ കാര്യങ്ങളാണ് ഇത് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിലധികം പ്രോബ്ലംസ് ഒന്നും കേരള PSC എക്സാംസിൽ ചോദിച്ച് കാണാറില്ല. പക്ഷേ ഗേറ്റ് എക്സാംസിലൊക്കെ പോകുമ്പോൾ എന്തുണ്ടാവും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യം വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. ഇൻഡക്റ്റൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി മെയിനായി 2 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് ഡി സൗത്ത് ഈസ്റ്റ് ബ്രിഡ്ജ്, രണ്ടാമത്തത് ഷെറിങ്സ് ബ്രിഡ്ജ്. ഡി സൗത്ത് ഈസ്റ്റ് ബ്രിഡ്ജ് ആൻഡ് ഷെറിങ്സ് ബ്രിഡ്ജ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഷെറിങ്സ് ബ്രിഡ്ജ് ആണ്. ജസ്റ്റ് പേര് ഓർത്തേക്ക്, കപ്പാസിറ്റർ മെഷർ ചെയ്യാൻ ഡി സൗത്ത് ഈസ്റ്റ് ബ്രിഡ്ജ് ആൻഡ് ഷെറിങ്സ് ബ്രിഡ്ജ്. ഫസ്റ്റ് നോക്കാം ഡി സൗത്ത് ഈസ്റ്റ് ബ്രിഡ്ജ്. ഓക്കെ, ഡി സൗത്ത് ഈസ്റ്റ് ബ്രിഡ്ജിൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബ്രിഡ്ജ് കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. C1 ആണ് അൺനോൺ റെസിസ്റ്റൻസ്, ആ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി C2 എന്ന് പറഞ്ഞാൽ എന്തുണ്ട് നമുക്ക് അറിയുന്ന റെസിസ്റ്റൻസിൻ്റെ ഒരു വാല്യൂ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് C2, നോൺ കപ്പാസിറ്റർ ആണ്. ഓക്കെ, R3യും R4ഉം നോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2 കപ്പാസിറ്റേഴ്സ് ലോസ് ഇല്ലാത്ത കപ്പാസിറ്റേഴ്സ് ആണ് അസ്യൂം ചെയ്താലേ നമുക്ക് ഇത് നടക്കുള്ളൂ. ഓക്കെ, വേരി R3 ആൻഡ് R4 ടു ഒബ്റ്റെയിൻ ദ ബാലൻസ്. അപ്പോൾ R3യും R4ഉം വേരി ചെയ്തിട്ട് എന്ത് കിട്ടും നമുക്ക് ഈ ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്ററിൽ നൾ ഡിഫ്ലക്ഷൻ കൊണ്ടുവരും. ഇഫ് എനി ഓർ ബോത്ത് കപ്പാസിറ്റർ നോട്ട് ലോസ്ലെസ്, ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ അല്ലെങ്കിൽ 2 കപ്പാസിറ്റർ ലോസ്ലെസ് അല്ലെങ്കിൽ സംഭവിക്കും
നമ്മൾ ബ്രിഡ്ജ് എന്ത് ചെയ്യില്ല, ബാലൻസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, മോഡിഫൈഡ് ഡി സോർട്ടീസ് ബ്രിഡ്ജ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡി സോർട്ടീസ് ബ്രിഡ്ജിൽ അസ്യൂം ചെയ്യുന്നത് C1ഉം C2 എന്താണ്, ലോസ്ലെസ് കപ്പാസിറ്റർ ആണ് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ബാലൻസ് കണ്ടീഷൻ Z1 Z4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, Z2 ഇൻറ്റു Z3. അപ്പോൾ Z1 Z4 എന്ന് പറഞ്ഞാൽ എന്താ, Z1 ഇതാണ്, Z4 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക 1/j C1 ഇൻറ്റു R4 എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു Z2 1/j C2 R3. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് C1ൻ്റെ വാല്യൂ കിട്ടും R4/R3 ഇൻറ്റു C2. ഓക്കെ, C1 ഇസ് ഈക്വൽ ടു R4/R3 ഇൻറ്റു C2. ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഡൗട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് അടുത്തെന്താ, നമ്മൾ ലോസ്ലെസ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിയത്. ലോസ്ലെസ് അല്ലെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോകണം, മോഡിഫൈഡ് ഡി സോർട്ടീസ് ബ്രിഡ്ജിലേക്ക് പോകണം. എങ്ങനെയാണ് മോഡിഫൈഡ് ചെയ്യുന്നത്, C1നും C2നും സീരീസ് ആയിട്ട് എന്ത് വെക്കുക, റെസിസ്റ്റൻസ് വെക്കാം. C1നും C2നും സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് വെക്കാം. ഓക്കെ, അപ്പോൾ R1 ആൻഡ് R2 ആർ ദ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് C1 ആൻഡ് C2. ഓക്കെ, R1ഉം R2, ക്യാപിറ്റൽ R1 ആൻഡ് R2 ആണ് ചെയ്തേക്കുന്നത്. ഇനി സ്മോൾ R2 ആർ ദ ലോസ് കോമ്പണൻസ് ഓഫ് ദ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിൻ്റെ ലോസ് കോമ്പണൻസ് ആണ് സ്മോൾ R1ഉം സ്മോൾ R2. ഇത് ക്യാപിറ്റൽ അല്ല, സ്മോൾ R1. ഓക്കെ, സ്മോൾ R1ഉം സ്മോൾ R2 ആണ് ആ ലോസ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് Z1 Z4 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം, R1ഉം അതുപോലെ ലോസ് കോമ്പണൻറ്റ് കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും, ഇക്വേഷൻ എന്ന് പറയുന്നത് C1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, C1 ഇസ് ഈക്വൽ ടു R4/R3 ഇൻറ്റു C2. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു സാധനം കൊണ്ട് ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേമും കൂടി വരും. ആ ഡിസിപ്പേഷൻ ഫാക്ടറിന് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞത് ωC1R1 ആണ്, ωC1R1. അപ്പോൾ C1ഉം R1ഉം അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിസിപ്പേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കാം, D1 എന്ന് പറഞ്ഞത് ഡിസിപ്പേഷൻ ഫാക്ടർ ωC1R1, D2 എന്ന് പറയുന്നത് രണ്ടാമത്തേൻ്റെ ഡിസിപ്പേഷൻ ഫാക്ടർ ωC2R2. ഓക്കെ, അപ്പോൾ D ആണ് ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് കോമ്പണൻസ് ആണെങ്കിൽ അതിൽ നമ്മൾ എനർജി ഡിസിപ്പേറ്റ് ചെയ്യും, ലോസ് ഡിസിപ്പേറ്റ് ചെയ്യും. ആ ഫാക്ടറും കൂടി എന്താണ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് മോഡിഫൈഡ് ഡി സോർട്ടീസ് ബ്രിഡ്ജ്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല, ഷെറിങ്സ് ബ്രിഡ്ജ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് കപ്പാസിറ്റൻസ് ആൻഡ് ഡിസിപ്പേഷൻ ഫാക്ടർ. കപ്പാസിറ്റൻസും ഡിസിപ്പേഷൻ ഫാക്ടറും കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഷെറിങ്സ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് AC ബ്രിഡ്ജ്. ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന AC ബ്രിഡ്ജ് ആണ് ഷെറിങ്സ് ബ്രിഡ്ജ്. അത് മാത്രമല്ല എന്ത് കണ്ടുപിടിക്കാം, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും കൂടി എന്ത് ഇത് വെച്ച് കണ്ടുപിടിക്കാം. എപ്സിലോൺ ആറും കൂടി ഷെറിങ്സ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ ഇതാണ് അൺനോൺ കപ്പാസിറ്റൻസ്, അതിൻ്റെ ഡിസിപ്പേറ്റിംഗ് കോമ്പണൻറ്റ് R1 ഉണ്ട്, പിന്നെ ഒരു നോൺ കപ്പാസിറ്റൻസ് C2, നോൺ റെസിസ്റ്റൻസ് R3, വേരിയബിൾ റെസിസ്റ്റൻസ് C4 ഉണ്ട്, അതുപോലെ വേരിയബിൾ റെസിസ്റ്റൻസ് C4, വേരിയബിൾ കപ്പാസിറ്റൻസ് C4ഉം വേരിയബിൾ റെസിസ്റ്റൻസ് R4 രണ്ട് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും, ഷെറിങ്സ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം, ഡിസിപ്പേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം, അതേപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടി എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. ബാലൻസ്ഡ് കണ്ടീഷൻ എടുത്ത് നോക്കുക, ഫൈനൽ ഇക്വേഷൻ മാത്രം മതി നമുക്ക്. C1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, R4/R3 ഇൻറ്റു C2. നേരത്തെ നമ്മൾ ഡി സോർട്ടി ബ്രിഡ്ജിൽ കിട്ടിയ പോലെ തന്നെയാണ് എന്തായിരിക്കും, R4/R3 ഇൻറ്റു C2, സെയിം ഇക്വേഷൻ. ഓക്കെ, അതിനാണ് ഷെറിങ്സ് ബ്രിഡ്ജ് കിട്ടുക. ഇനി ഡിസിപ്പേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ ωC1R1 അത് സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് ωC4R4 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഡിസിപ്പേഷൻ ഫാക്ടർ D is equal to ωC4R4. ഈ ഒരു ടേം വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഡിസിപ്പേഷൻ ഫാക്ടർ കിട്ടും. ഇനി നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഹൈ വോൾട്ടേജ് ഷെറിങ്സ് ബ്രിഡ്ജ് is used to find the capacitance and dissipation factor of bushings, insulating oil and other insulating material which has small capacitance value. ഓക്കെ, അപ്പോൾ ഹൈ കപ്പാസിറ്റൻസ് വാല്യൂയും കണ്ടുപിടിക്കാം, ബുഷിങ്സിൻ്റെ ഇൻസുലേറ്റിംഗ് ഓയിലിലൊക്കെ കപ്പാസിറ്റൻസും ഡിസിപ്പേഷൻ ഫാക്ടറും കണ്ടുപിടിക്കാം. അതുകൂടാണ്ട് സ്മോൾ കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ വാല്യൂയും കൂടി എന്ത് ചെയ്യാം, ഷെറിങ്സ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്, എപ്സിലോൺ ആർ എന്ത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് എന്ത്, എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു CS D ഇൻറ്റു എപ്സിലോൺ 0 എപ്സിലോൺ A. അതിൽ CS എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ C1ൻ്റെ വാല്യൂ ആണ്, അത് ഷെറിങ്സ് കപ്പാസിറ്റൻസ് ആണ് CS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് R4/R3 C2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം, CS കണ്ടുപിടിക്കാം. CS കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എപ്സിലോൺ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു CS/D/എപ്സിലോൺ 0 A. A എന്ന് പറയുന്നത് ഏരിയ, പ്ലേറ്റിൻ്റെ ഏരിയ ആണ്, അതുപോലെ D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, ആ സ്പെസിഫിൻ എന്ത് വെക്കുക, ഇവിടെ വെക്കുക, എന്നിട്ട് ആ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് CS. ഓക്കെ, അപ്പോൾ CS കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഷെറിങ്സ് ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് കപ്പാസിറ്റൻസ്, ഡിസിപ്പേഷൻ ഫാക്ടർ, അതേപോലെ
റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടി എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി. ഇതെല്ലാത്തിൻ്റെ പേരാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക കേട്ടോ. ഇപ്പോൾ മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രിഡ്ജാണ്? വെയിൻസ് ബ്രിഡ്ജാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന ബ്രിഡ്ജ് ഏതാണ്? വെയിൻസ് ബ്രിഡ്ജ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് വെയിൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഓക്കെ, it is used to measure the frequency 100 Hz to 100 kHz. 100 Hz മുതൽ 100 kHz വരെയുള്ള റേഞ്ചിലുള്ള ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വിത്ത് 0.1 to 0.5% അക്യൂറസി കുറവായിരിക്കും. ഓക്കെ, ഇതാണ് വെയിൻസ് ബ്രിഡ്ജിൽ ചെയ്യുന്നത്. അതുകൂടാണ്ട് വെയിൻസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് എന്ത് കാണിക്കാം, കപ്പാസിറ്റൻസും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വെയിൻസ് ബ്രിഡ്ജിൻ്റെ കണ്ടീഷൻസ് നോക്കാം. R1 Z1 Z4 Z2 Z3 ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ നോക്കാം. F is equal to 1/2 pi RC. ഓക്കെ, ആറിൻ്റെയും സിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെയിൻസ് ബ്രിഡ്ജിൻ്റെ ഫ്രീക്വൻസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഒമേഗ സ്ക്വയർ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 1/C1 R1 R2 C2. ഓക്കെ, അപ്പോൾ R1 R2 നമുക്ക് ജനറലിനെ R1 R2ൻ്റെ ടേമിനെ നമുക്ക് R എന്ന് വിളിച്ചു, C1 C2ൻ്റെ ടേമിനെ C എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/RC എന്നുള്ള ടേം കിട്ടും. അപ്പോൾ ഒമേഗ എന്ന് വെച്ചാൽ എന്താ? ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ C സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/R സ്ക്വയർ C സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഒമേഗ ഈക്വൽ ടു എന്തായിരിക്കും? 1/RC എന്ന് വരും. 1/RC ഒമേഗ എന്ന് വെച്ചാൽ എന്താ? 2πF ആണ്. 2πF ഇസ് ഈക്വൽ ടു 1/RC. അതിൽ നിന്ന് F ഈക്വൽ ടു എന്ത് കിട്ടും? 1/2πRC. അതാണ് ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ C1 ഈക്വൽ ടു C2 നമുക്ക് C ആയിട്ട് എടുത്തു, R1 ഇസ് ഈക്വൽ ടു R ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസിൻ്റെ വാല്യൂ ആണ്. F ഇസ് ഈക്വൽ ടു 1/2πRC. ഇതാണ് മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി. വെയിൻസ് ബ്രിഡ്ജ് ഉപയോഗിച്ചാണ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. രണ്ട് മെത്തേഡാണ് മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്യാമ്പൽസ് ബ്രിഡ്ജ്, രണ്ടാമത്തെ ഹെവി സൈഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ബ്രിഡ്ജ്. ഹെവി സൈഡ് ബ്രിഡ്ജും അതുപോലെ ക്യാമ്പൽ ബ്രിഡ്ജും. പേര് ഓർത്ത് വെച്ചേക്കുക, ഹെവി സൈഡ് ബ്രിഡ്ജ് ആൻഡ് ക്യാമ്പബൽ ബ്രിഡ്ജ്. ഓക്കെ, ഹെവി സൈഡ് ബ്രിഡ്ജ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ്. രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക. ഹെവി സൈഡ് ബ്രിഡ്ജ് ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനാണ്, ബട്ട് ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ്. സെൽഫ് ഇൻഡക്ടൻസ് വെച്ചിട്ടാണ് എന്ത് മെഷർ ചെയ്യുന്നത്? മ്യൂച്വൽ ഇൻഡക്ടൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജസ് നോക്കുക, C1 ഉണ്ട്, അതുപോലെ R2 L2, ഇവിടെ R4 ഉണ്ട്, നോൺ റെസിസ്റ്റൻസ് R3 R4. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. എമ്മിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് R3 L2 മൈനസ് R4 L1 ഡിവൈഡഡ് ബൈ R3 പ്ലസ് R4. ഓക്കെ, R3 L2 മൈനസ് R4 L1 ഡിവൈഡ് ബൈ R3 പ്ലസ് R4 വെച്ച് മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ സെൽഫ് ഇൻഡക്ടൻസ് വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ഹെവി സൈഡ് ബ്രിഡ്ജിൽ. ഇനി ക്യാമ്പൽസ് ബ്രിഡ്ജ് ചെയ്യുന്നത് മെഷർ ദ അൺനോൺ മ്യൂച്വൽ ഇൻഡക്ടൻസ്. അൺനോൺ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് വെച്ചാൽ ഇതിൽ സെൽഫ് ഇൻഡക്ടൻസ് വെച്ചിട്ടല്ല, വേറൊരു അറിയുന്ന നോൺ ആയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് വെച്ചിട്ട് അൺനോൺ മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് എന്തിൽ ചെയ്യുന്നത്? ക്യാമ്പൽസ് ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ M1 ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? R3 M2. M2 എന്ന് പറഞ്ഞാൽ വേറെ മ്യൂച്വൽ ഇൻഡക്ടൻസ് നമുക്ക് നോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉപയോഗിച്ചിട്ട് നോൺ ആയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉപയോഗിച്ചിട്ട് അൺനോൺ മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുന്നതാണ് ക്യാമ്പൽസ് ബ്രിഡ്ജ്. സെൽഫ് ഇൻഡക്ടൻസ് ഉപയോഗിച്ചിട്ട് മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുന്നതാണ് ആര്? ഹെവി സൈഡ് ബ്രിഡ്ജ് ചെയ്യുന്നത്. രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ. രണ്ടും മ്യൂച്വൽ ഇൻഡക്ടൻസ് തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് ക്യാമ്പൽ ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉപയോഗിച്ചിട്ട് മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഹെവി സൈഡ് ആണെങ്കിൽ സെൽഫ് ഇൻഡക്ടൻസ് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കും? മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. നെക്സ്റ്റ് വാഗ്നേഴ്സ് എർത്തിങ് ഡിവൈസ്. വാഗ്നേഴ്സ് എർത്തിങ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് എന്ത് വേണ്ടിയിട്ടാണ്? നൾ ഡിറ്റക്ടറിൻ്റെ എർത്ത്, നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെയും എർത്തിൻ്റെ അടുക്ക് എന്തുണ്ടാവാം? നമ്മുടെ കപ്പാസിറ്റൻസ് ഉണ്ടാവാം. ആ കപ്പാസിറ്റൻസ് എഫക്ട് കാരണം റീഡിങ്സ് ഒക്കെ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഇറ്റ് ഈസ് യൂസ്ഡ് ടു എലിമിനേറ്റ് ദ എഫക്ട് ഓഫ് ദ സ്ട്രേ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ നൾ ഡിറ്റക്ടർ ആൻഡ് എർത്ത്. നമ്മുടെ ഗാൽവനോമീറ്ററും എർത്തിൻ്റെ അടുക്കുള്ള സ്ട്രേ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വാഗ്നർ എർത്തിങ് ഡിവൈസ്. ആ പേരൊന്ന് ഓർത്ത് ചോദിച്ചിട്ടുണ്ട്. വാഗ്നർ എർത്തിങ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എലിമിനേറ്റ് ദ സ്ട്രേ കപ്പാസിറ്റൻസ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ എർത്ത് കപ്പാസിറ്റർ ഫ്രം ദ ബ്രിഡ്ജസ്. ബ്രിഡ്ജസിൽ നിന്നുള്ള എർത്ത് കപ്പാസിറ്റൻസ് ഒഴിവാക്കാനാണ് വാഗ്നർ എർത്തിങ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ. ഓക്കെ, അപ്പോൾ എർത്ത് കപ്പാസിറ്റൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജിൻ്റെ അക്യൂറസി എന്തായിരിക്കും? കൂടും. അപ്പോൾ AC ബ്രിഡ്ജസിൻ്റെ അക്യൂറസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വാഗ്നേഴ്സ് എർത്തിങ് ഡിവൈസസ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എല്ലാ ടേമും നമുക്ക് എന്താ ബ്രിഡ്ജസിൻ്റെ ജനറൽ ആയിട്ടുള്ള
ഒറ്റ സമ്മറി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 4 ടൈപ്പ് മെഷർമെൻറ്റ്സ് ആണ് നോക്കുന്നത്. ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, ഫ്രീക്വൻസി, മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടൻസ് മെഷർ ചെയ്യുന്നത് ഏതാണ്? ഒന്ന് മാക്സ്വെൽസ് ഇൻഡക്ഷൻ ബ്രിഡ്ജ് ഉണ്ട്. രണ്ടാമത്തെ മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്. അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മീഡിയം ക്യൂ ഉള്ള ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മാക്സ്വെൽസ് ഇൻഡക്ടൻസ്. മീഡിയം ക്യൂ എന്ന് പറഞ്ഞത് 1ൻ്റെയും 10ൻ്റെയും അടുക്കുള്ള വാല്യൂ. ക്യൂയുടെ വാല്യൂ 1ൻ്റെയും 10 ആണെങ്കിൽ മീഡിയം. ഓക്കെ, നെക്സ്റ്റ് ഹെയ്സ് ബ്രിഡ്ജ്. ഹെയ്സ് ബ്രിഡ്ജ് യൂസ് ക്യൂ ഗ്രേറ്റർ ദാൻ 10. ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഹൈ യൂസ് ചെയ്യുന്നത്, ഹൈ ഫോർ ഹേ, അത് ആലോചിക്കുക. ഹൈ ഫോർ ഹെയ്സ് ബ്രിഡ്ജ്. ഇത് ഹൈസ് ബ്രിഡ്ജ് എന്ന് വായിച്ചാലും കുഴപ്പമില്ല. ഹൈ ക്യൂ ആണെങ്കിൽ ഹൈസ് ബ്രിഡ്ജ്. ഓക്കെ, നെക്സ്റ്റ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതാണ് ലോ ക്യൂ വാല്യൂ. എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഓവൻസ് ബ്രിഡ്ജ്. ഓവൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ഇൻഡക്ടൻസ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡക്ടൻസിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം? ഓവൻസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 5 മെത്തേഡാണ് ഇൻഡക്ടൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കപ്പാസിറ്റൻസിന് വേണ്ടിയിട്ട് 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡീസൗട്ടീസ് ബ്രിഡ്ജ്, അതേപോലെ ഷെറിങ്സ് ബ്രിഡ്ജ്. ഷെറിങ്സ് ബ്രിഡ്ജ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഡിസിപ്പേഷൻ ഫാക്ടറും കണ്ടുപിടിക്കാം, കപ്പാസിറ്റൻസും കണ്ടുപിടിക്കാം, അതുകൂടാണ്ട് പെർമിറ്റിവിറ്റി കൂടി എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് മെഷർമെന്റ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത് വെയിൻസ് ബ്രിഡ്ജ് ആണ്. ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി 100 ഹെർട്സ് മുതൽ 100 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വെയിൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെഷർമെന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് മെഷർ ചെയ്യുന്ന 2 ബ്രിഡ്ജസ് ആണുള്ളത്, ഹെവി സൈഡ് ബ്രിഡ്ജും ക്യാമ്പൽ ബ്രിഡ്ജ്. ഹെവി സൈഡ് ബ്രിഡ്ജ് സെൽഫ് ഇൻഡക്ടൻസ് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കും? എമ്മിൻ്റെ വാല്യൂ, മ്യൂച്വൽ ഇൻഡക്ടൻസ് വാല്യൂ കണ്ടുപിടിക്കും. ക്യാമ്പൽസ് ബ്രിഡ്ജ് മ്യൂച്വൽ ഇൻഡക്ടൻസ് വെച്ചിട്ട് തന്നെ മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇതാണ് എന്ത് AC ബ്രിഡ്ജസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ ബ്രിഡ്ജസിൻ്റെ പേരും എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കേസ് കൂടി ഈ ഒരു സെക്ഷനിൽ പഠിച്ചു വെച്ചേക്കാം. താങ്ക് യു.